ഇന്ന് BJPയുടെ സ്ഥാപന ദിനമാണ്. BJP ഇന്ത്യയിൽ ഏറ്റവും വളർച്ച നേടിയ ഒരു പാർട്ടിയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇലക്ഷൻ്റെ പടിവാതിക്കൽ നിൽക്കുകയാണ്. 2-3 ദിവസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പാണ്. അങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിലടക്കം വലിയ മുന്നേറ്റമാണ് BJP മുന്നിൽ കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു പാർട്ടിക്ക് ഇത്രയേറെ വളർച്ച ഉണ്ടായത് എന്നുള്ളതാണ് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ? അതിൻ്റെ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം BJP ആണ്. കേരളത്തിൽ നിലവിലിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ്. അതിന് കാരണം ഇപ്പോൾ കോൺഗ്രസിനെ നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് അത് പറഞ്ഞു തീർക്കാം. കാരണം കോൺഗ്രസ് പറഞ്ഞാൽ കുടുംബ പ്രസ്ഥാനമാണ്. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളും മകളുടെ മകനും പിന്നെയുള്ള മകനും അതിൻ്റെ മകൻ്റെ ഭാര്യയും അങ്ങനെയുള്ള ആളുകളുടെ ഒരു കുടുംബസ്വത്തായിട്ടുള്ള പ്രസ്ഥാനമാണത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തിരിക്കുന്ന നാഷണൽ ഹെറാൾഡ് പോലും അടിച്ചു മാറ്റിയത് നെഹ്റു കുടുംബക്കാരാണ്. അതുമാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ വീരപുത്രനായിരിക്കുന്ന ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് ലോകം അംഗീകരിച്ച മഹാത്മാഗാന്ധിയുടെ ഗാന്ധി പട്ടം പോലും അടിച്ചു മാറ്റിയത് നെഹ്റു കുടുംബമാണ്. ആ നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബാവകാശ ഒരു കുടുംബ പാർട്ടിയാണ് കോൺഗ്രസ് പ്രസ്ഥാനം. അതുകൊണ്ടാണ് 60 വർഷക്കാലത്തെ കോൺഗ്രസിൻ്റെ ഭരണത്തിന് ശേഷം ഒരിക്കലും അവസാനത്തെ കോൺഗ്രസിൻ്റെ കുടുംബ പാരമ്പര്യം നിലനിർത്തിയത് രാജീവ് ഗാന്ധിയാണ്. അതിനുശേഷം സാധ്യമായിട്ടില്ല. ഈ പാർട്ടിക്ക് അധികാരത്തിലെത്താൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ 1991 അദ്ദേഹം 89 അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറി. അധികാരത്തിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ വേർപാടൊക്കെ ഉണ്ടായതിനു ശേഷം ഒരിക്കലും കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ഇടക്കാലത്ത് നരസിംഹറാവു വന്നു അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് വന്നു എന്നുള്ള കുഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഈ കുടുംബാധിപത്യത്തെ ഭാരത ജനത അംഗീകരിച്ചിട്ടില്ല. ഇവിടെയാണ് അതേപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ജനാധിപത്യ പ്രസ്ഥാനമല്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആളെ കൊല്ലുന്ന പ്രസ്ഥാനമാണ്, ജനങ്ങളെ കൊല്ലുന്ന പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മുഴുവൻ കൊല ചെയ്യപ്പെട്ടവരാണ്. പി കൃഷ്ണപിള്ളയായാലും തുടങ്ങിയിട്ടുള്ള അഴീക്കോടിൻ്റെ ആഘവനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വ്യാപകമായിട്ട് കൊല ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ്. അവിടെ യാതൊരു ജനാധിപത്യമില്ല. ചെറിയൊരു ഉദാഹരണം ആലോചിച്ച് നോക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 939 കേരളത്തിൽ ആരംഭിക്കുന്നത്, 925 കാൺപൂരിൽ ആരംഭിക്കുന്നത്, 920 താഷ്കണ്ടിൽ ആരംഭിക്കുന്നത്. അങ്ങനെ 100 വർഷക്കാലം പിന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നേ വരെ ഒരു വനിതാ നേതാവ് ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിൽ പോലും വനിതകൾ എടുക്കണമെങ്കിൽ ഏതെങ്കിലും പാർട്ടി സെക്രട്ടറി ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയായിരിക്കണം. അങ്ങനെയാണ് വൃന്ദ കാരാട്ട് എന്ന് പറഞ്ഞ ലേഡി വന്നത്. അവർ ഭർത്താവായിരിക്കുന്ന കാരാട്ട് ജനറൽ സെക്രട്ടറി ആയതിൻ്റെ പേരിലാണ്. അതേപോലെ തന്നെ സുശീല ഗോപാലൻ പാർട്ടിയുടെ സെൻട്രൽ സെക്രട്ടറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് അവരുടെ ഭർത്താവായിരിക്കുന്ന AKG ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ നിന്ന് നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ട്. കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, ഉത്തർപ്രദേശുണ്ട്, മധ്യപ്രദേശുണ്ട്, രാജസ്ഥാനുണ്ട്, ഗുജറാത്തുണ്ട്. ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വനിതകൾക്ക് മുഖ്യമന്ത്രിയാകാം. കേരളത്തിലാവാൻ സാധിക്കില്ല. എന്താ കാരണം? കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. രണ്ടാമത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഒരു കാരണവശാലും സ്ത്രീകളെ അംഗീകരിക്കില്ല. ഇവിടെയാണ് BJPയുടെ സവിശേഷത. BJP എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തോന്നും 47ാമത്തെ ജന്മദിനാണ് BJPയുടെ വരുന്നത്. പക്ഷേ അങ്ങനെയുള്ള BJPയുടെ തുടക്കം ഈ സമയത്തല്ല. അത് 1950-51 സമയത്ത് ആരംഭിക്കുന്നതാണ്. ശ്യാം പ്രസാദ് മുഖർജി പോലുള്ള ആൾ ആരംഭിക്കുന്നതാണ്. ഈ ശ്യാം പ്രസാദ് മുഖർജിക്ക് ഒരു സവിശേഷതയുണ്ട്. കാരണം ശ്യാം പ്രസാദ് മുഖർജിയാണ് ഇന്ത്യയുടെ സെൻട്രൽ റെഫറൻസ് ലൈബ്രറി, കൽക്കട്ടയിലെ ഏറ്റവും വലിയ ലൈബ്രറി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി, സ്വന്തം കുടുംബത്തിലുണ്ടായിരുന്ന ലൈബ്രറി, അത് പൂർണ്ണമായിട്ട് രാഷ്ട്രത്തിന് സമർപ്പിച്ച് ആ രാഷ്ട്രം സെൻട്രൽ റെഫറൻസ് ലൈബ്രറി ആയിട്ട് എടുത്തത് ഈ പറയുന്ന ശ്യാം പ്രസാദ് മുഖർജിയുടെ ലൈബ്രറിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഉണ്ടാക്കിയിട്ടുള്ള മന്ത്രിസഭ, ആ മന്ത്രിസഭയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശ്യാം പ്രസാദ് മുഖർജിയെ അദ്ദേഹത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയാക്കി. ഇതേ ശ്യാം പ്രസാദ് മുഖർജി 31ാമത്തെ വയസ്സിൽ കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറായി. 31 വയസ്സിലാണ് വൈസ് ചാൻസലർ ആവുന്നത്. അങ്ങനെ ഒരു മഹാപണ്ഡിതനായിരിക്കുന്ന ശ്യാം പ്രസാദ് മുഖർജി അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ കാശ്മീരിൻ്റെ ജയിലിൽ കിടന്നുകൊണ്ടാണ്. ഇതിനകത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പങ്കുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇതര പ്രസ്ഥാനങ്ങളെ വധിക്കുന്ന കാര്യത്തിൽ, കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ, അവരില്ലായ്മ ചെയ്യുന്നതിൽ കോൺഗ്രസ് പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദീനദയാൽ ഉപാധ്യായ ശ്യാം പ്രസാദ് മുഖർജിയുടെ തുടർച്ചയായിട്ട് വന്നുള്ള കോൺഗ്രസ് ഉള്ള അന്നത്തെ ജനസംഘത്തിൻ്റെ നേതാവാണ്. ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം മുഗൾ സരായ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ റെയിൽവേ പാളത്തിൽ അദ്ദേഹത്തിന് എൻ്റെ ഡെഡ് ബോഡി കാണാണ്. അങ്ങനെയുള്ള ജനസംഘത്തിൻ്റെ അടക്കമുള്ള നേതാക്കന്മാരെ മുഴുവൻ കൊലപ്പെടുത്തിയതിൽ വലിയ പങ്കുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. എങ്കിൽ ഈ പറയുന്ന ജനസംഘവും മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ സ്വീകരിച്ച നിലപാട് തികച്ചും ജനാധിപത്യപരമായിരിക്കുന്ന പ്രവർത്തനമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി മുഴുവൻ ജനങ്ങളെയും ജയിലിലിട്ടു. 1,76,000 പേരാണ്
അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജയിലിലാക്കിയത്. 1,00,000-ലധികം വരുന്ന യുവാക്കളെയാണ് ഇന്ത്യയിൽ വന്ധ്യംകരിച്ചത്. അങ്ങനെയുള്ള കോൺഗ്രസ് പ്രസ്ഥാനം ചെയ്ത സമയത്ത് അന്ന് ജനസംഘവും RSS അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ചെയ്തത് ഇതിനെതിരായിട്ട് ഏറ്റവും സമാധാനപരമായിരിക്കുന്ന സമരമാണ് സംഘടിപ്പിച്ചത്. അങ്ങനെ സമരം നടത്തിയത് മുഴുവൻ ഇന്ത്യയിലെ യുവാക്കന്മാരായിരുന്നു. അങ്ങനെ യുവാക്കന്മാർ ചേർന്ന പ്രസ്ഥാനമായിരുന്നു പിന്നെ പിൽക്കാലത്ത് 1980 രൂപീകരിക്കപ്പെട്ട BJP എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി. അപ്പൊ അങ്ങനെയുള്ള ജനതാ പാർട്ടിക്ക് BJPക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് മറ്റു പ്രസ്ഥാനങ്ങൾക്കില്ലാത്തത്. ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ, ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത്. BJP ചുരുങ്ങിയ കാലം കൊണ്ട് അധികാരത്തിൽ വന്ന പ്രസ്ഥാനമല്ല. അത് 1925 ആരംഭിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഫലമാണ് അത് അധികാരത്തിൽ വന്നത്. എന്ന് മാത്രമല്ല ഇതിന്റെ സവിശേഷത, ഇപ്പൊ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് ആരാ സാധാരണ അധികാരത്തിൽ വരിക? അവിടെ വനിതകൾക്ക് എന്താ സ്ഥാനമുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തില്? അവിടെ ഏതെങ്കിലും വനിതയാവണമെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി ആവണം, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ മകന്റെ ഭാര്യയായിരിക്കുന്ന സോണിയാഗാന്ധി ആവണം, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ മകളായിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി ആയിരിക്കണം. അവിടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയായിരിക്കുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റിന് പോലും ആ പ്രസ്ഥാനത്തിന് സ്ഥാനമില്ല. അവരെ പോലും തെറിപ്പിച്ചു കളഞ്ഞു. അവരെ തെറിപ്പിച്ചുകൊണ്ട് 1967 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ, അതായത് അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായ സമയത്ത് ആ മന്ത്രിസഭയില് വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പിന്റെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന ഇന്ദിരാഗാന്ധി ഈ പറയുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റിനെ തെറിപ്പിച്ചുകൊണ്ടാണ്. വളരെ ദയനീയമായിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ മരണം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരിക്കലും വനിതകൾ കോൺഗ്രസിന് വാഴാറേയില്ല. കോൺഗ്രസിന് ഒരു സ്ഥാനവും വനിതകൾക്ക് കൊടുക്കാറില്ല. വനിതകളുണ്ടായിരുന്നു. ഒറീസയിലെ നന്ദിനി സത്പതി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അവരെ അടിയന്തരാവസ്ഥക്കാലത്ത് അവരെ പിടിച്ച് ജയിലാക്കി. അവര് നന്ദിനി പോയി നല്ലത് പോയി എന്നായിരുന്നു അക്കാലത്ത് മുദ്രാവാക്യം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന വനിതാ നേതാക്കന്മാരെ ഓരോരുത്തരെയായിട്ട് ഈ നെഹ്റു കുടുംബം വകവരുത്തുകയും അവരെ പ്രസ്ഥാനത്തിൽ നിന്ന് ഇല്ലായ്മയും ചെയ്ത സമയത്ത് BJPയെ സംബന്ധിച്ച് അങ്ങനെയല്ല, നിരവധി വനിതാ നേതാക്കന്മാരുണ്ടായത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ പേര് ചോദിച്ചാൽ അത് സുഷമ സ്വരാജ് എന്ന പേര് പറയാ. ഒരു വനിതയായിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ എത്ര മുഖ്യമന്ത്രിമാര്, ധാരാളം മുഖ്യമന്ത്രിമാര്. അതിപ്പോ ഞാൻ അവരുടെ പേരുകൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ഉത്തർപ്രദേശിലായാലും കൊള്ളാം, മധ്യപ്രദേശിലായാലും കൊള്ളാം, രാജസ്ഥാനിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും തുടങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും BJPയെ സംബന്ധിച്ച് വനിതകൾക്ക് വലിയൊരു പ്രാധാന്യം. ഇപ്പൊ ഡൽഹിയിലെ മുഖ്യമന്ത്രി പോലും ഒരു വനിതയാണ്. അങ്ങനെ വനിതകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവം BJPയെ സംബന്ധിച്ചുണ്ട്. മറ്റൊന്ന് യുവാക്കന്മാർക്ക്. ഇപ്പോഴത്തെ BJPയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷന്റെ പ്രായം എത്രയാണ്? 45 വയസ്സാണ് പ്രായം. അങ്ങനെ 45 വയസ്സ് പ്രായം കുറഞ്ഞ യുവാക്കന്മാരായിരിക്കുന്ന ആളുകളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരുന്ന കാര്യത്തില് BJP ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് BJP നഖശിഖാന്തം എതിർക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ്, ഞാൻ അദ്ദേഹത്തിന് പേര് പെട്ടെന്ന് മറന്നുപോയി, അദ്ദേഹത്തിന്റെ വിഖ്യാതമായിട്ടുള്ള പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് BJP ആയിട്ട് ഏറ്റുമുട്ടാൻ സാധ്യമല്ല. അതിന് കാരണം BJPക്ക് ഒരു 10 നിര നേതാക്കന്മാരുണ്ട്. ഇന്നിപ്പോ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാം നിര നേതാക്കന്മാരുണ്ട്, JP നദ്ദയെ പോലുള്ള നേതാക്കന്മാര്. അതേപോലെ ഇന്നത്തെ പാർട്ടിയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷനായിരിക്കുന്ന ആളുകള് 3ാം നിരയിലുള്ള നേതാക്കന്മാരുണ്ട്. സൂര്യയെ പോലുള്ള നേതാക്കന്മാരുണ്ട്, അണ്ണാമലെ പോലുള്ള നേതാക്കന്മാരുണ്ട്. അങ്ങനെ നിരവധി നേതാക്കന്മാര്, വനിതകളായിരിക്കുന്ന ആളുകള്, പുരുഷന്മാരായിരിക്കുന്ന ആളുകള്, യുവാക്കന്മാരായിരിക്കുന്ന ആളുകള്, ഇവരെല്ലാവരും BJPയെ സംബന്ധിച്ചുണ്ട്. എന്ന് മാത്രമല്ല BJPയുടെ മാതൃപ്രസ്ഥാനം എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതിന്റെ നേതാക്കന്മാരാരും അധികാരത്തിന് വേണ്ടിയിട്ട് കൈകാലിട്ട് അടിക്കാറില്ല, ഒരു അധികാര സ്ഥാനത്ത് എത്താറില്ല. അതിന്റെ സ്ഥാപകനായിരിക്കുന്ന ഡോക്ടർ കേശവ ബെല്ല ഹെഡ്ഗേവാർ 1925 സംഘം ആരംഭിച്ച സമയം തുടങ്ങിയിട്ട് അതിന്റെ നേതാക്കന്മാരെ ആരും ഭരണത്തിൽ വരാറില്ല. അത് ഗുരുജി ഗോൾവൽക്കറാണെങ്കിൽ വരാറില്ല, ബാലസാഹിബ് ദേവറസ് ആണെങ്കിൽ വരാറില്ല, പ്രൊഫസർ രാജേന്ദ്ര സിംഗ്ജി ആണെങ്കിൽ വരാറില്ല, സുദർശൻജി ആണെങ്കിൽ വരാറില്ല. ഇപ്പോഴത്തെ മോഹൻ ഭാഗവത് എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള മനുഷ്യൻ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. മറിച്ച് മറ്റുള്ളവർക്ക് അധികാരം കൊടുത്ത് ആനന്ദം കണ്ടെത്തുന്ന പ്രവർത്തനമാണ് സംഘത്തെ സംബന്ധിച്ചുള്ളത്. ഈ മൂശയിലാണ് ഭാരതീയ ജനതാ പാർട്ടി വാർത്തെടുക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വനിതകൾക്ക് വലിയ പങ്കുണ്ട്, അവിടെ യുവാക്കന്മാർക്ക് വലിയ പങ്കുണ്ട്, അവിടെ തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ട്, അവിടെ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട്, അവിടെ സാധാരണക്കാരന് പങ്കുണ്ട്, കഷ്ടപ്പെടുന്നതിന് പങ്കുണ്ട്, അധ്വാനിക്കുന്നതിന് പങ്കുണ്ട്, ഭാരം ചുമക്കുന്നതിന് പങ്കുണ്ട്. ഈ തരത്തിൽപ്പെട്ട സമകലമായ ജനങ്ങളുടെയും വലിയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ അതിൻ്റെതായിട്ടുള്ള വലിയൊരു ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത്
ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഞാൻ ഒരിക്കലും ബി ജെ പിക്ക് 4 സീറ്റ് 5 സീറ്റല്ല പ്രതീക്ഷിക്കുക. കേരളത്തിന്റെ ഭരണം ബി ജെ പി കിട്ടത്തക്ക രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ, ഇപ്പം എനിക്കറിയാം, ഞാൻ ചില മണ്ഡലങ്ങളിലേക്ക് യാത്ര ചെയ്തു. ആ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഭാവാത്മകമായിട്ടുള്ള മാറ്റം, വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച്, അത് ബി ജെ പിക്ക് അനുകൂലകരമാണ്. അത് ബി ജെ പിയുടെ സ്ഥാപനത്തിന് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപനം മാത്രമല്ല, ഈ സ്ഥാപനവും സ്ഥാപകവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ഥാപകൻ എന്ന ചിലരൊക്കെ പറയുക, അതെ. സ്ഥാപകം എന്ന് വെച്ചാൽ സ്ഥാപിച്ച ആളുടെ ദിവസമാണ്. ബി ജെ പി ഒരാൾ സ്ഥാപിച്ചതല്ല, അത് മറിച്ച് സ്ഥാപനമാണ്, അതൊരു പ്രസ്ഥാനമാണ്, നിരവധി ആളുകളുടെ കൂട്ടായ്മയാണ്. അതിൻ്റെ ജന്മദിനം എന്നുള്ളത് ഇത് തീർച്ചയായിട്ടും ഭാരതത്തെ സംബന്ധിച്ച് ഒരു നവയുഗ രചനയ്ക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ് എന്ന് തന്നെയാണ് എൻ്റെ അനുമാനം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നും ചെയ്യേണ്ടതേ, നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ ആ പ്രൊഫൈൽ തെളിഞ്ഞു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തി ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും ഒന്നും അറിയത്തില്ല, അത് വന്നങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ചെയ്യണം. പിന്നെ നമ്മളൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്, C4N, C4N മലയാളം. ആ ചാനലും മറ്റാരും പറയാത്ത വാർത്തകൾ തന്നെയാണ് പറയുന്നത്. ഉറപ്പായും ആ ചാനൽ കൂടി C4N മലയാളം, ഒപ്പം ഇന്ത്യ ലൈവും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.